السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമായിരുന്നു ഏതാനും ക്ലാസുകളിലൂടെ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞത്. ആ മഹാനായ പ്രവാചകന്റെ രണ്ട് സന്താനങ്ങളും അഥവാ ഇസ്മായിൽ അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും രണ്ടാളും പ്രവാചകന്മാരായിരുന്നു എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നു, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ, വേദഗ്രന്ഥത്തിൽ ഇസ്മാഈലിനെയും നീ ഓർക്കുക. ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ, അദ്ദേഹം കരാറുകൾ പൂർത്തീകരിക്കുന്ന സത്യസന്ധനായ വ്യക്തിത്വമായിരുന്നു. വകാന റസൂലൻ നബിയ്യ, നബിയും റസൂലുമായിരുന്നു അദ്ദേഹം. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ, അദ്ദേഹം തന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടുമൊക്കെ കൽപ്പന കൊടുക്കാറുണ്ടായിരുന്നു. നിസ്കാരത്തിന്റെ കാര്യവും സക്കാത്തിന്റെ കാര്യവുമൊക്കെ തന്റെ കുടുംബത്തോട് അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. നിസ്കാരവും സക്കാത്തും എന്നൊക്കെ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് മാത്രമുള്ള ഇബാദത്തുകളായിരുന്നില്ല. മറിച്ച് മുൻഗാമികളായ പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും നിർബന്ധമായിരുന്ന ഇബാദത്തായിരുന്നു നിസ്കാരവും അതുപോലെ തന്നെ സക്കാത്തുമൊക്കെ. നമസ്കാരത്തിന്റെ സമയങ്ങളിലും അതിന്റെ വഖ്തുകളിലും അതിന്റെ മറ്റു നിയമരീതികളിലുമൊക്കെ വ്യത്യസ്തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മൊത്തത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു നിർദ്ദേശം കൊടുത്തിരുന്ന ഒരു കാര്യമാണ് നിസ്കാരത്തിന്റെയും അതുപോലെ തന്നെ സക്കാത്തിന്റെയും ഒക്കെ കാര്യം. അത് അവര് നിർവഹിച്ചു എന്നതിന് പുറമെ തങ്ങളുടെ സ്വന്തം കുടുംബത്തോട് നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഒക്കെ കാര്യം പ്രത്യേകം ഊന്നി ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ചും അള്ളാഹു എടുത്തു പറയുന്നത്. അത്രത്തോളം പ്രാധാന്യമാണ് അമ്പിയാക്കൾ നമസ്കാരത്തിന് കണ്ടത്. അതുപോലെ തന്നെ സമ്പൽ ഘടനയിലെ സാമ്പത്തിക മേഖലയുടെ ശുദ്ധീകരണ പ്രകടനത്തിന്റെ മേഖലയായ സക്കാത്തിനെയും അവര് കണ്ടത്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടുകൂടി അവരുൾക്കൊള്ളുകയും അവരുടെ കുടുംബത്തോട് അതിന്റെ ഗൗരവം പ്രത്യേകം ഉണർത്തുകയും ചെയ്തിരുന്നു എന്നാണ് ഇവിടെ അള്ളാഹു ഇസ്മായിൽ നബിയെ കുറിച്ച് പറഞ്ഞിടത്തും പറയുന്നത്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ,
അദ്ദേഹം തന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും കൽപ്പിക്കാറുണ്ടായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയ, അദ്ദേഹം തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ തൃപ്തി നേടിയ, അള്ളാഹുവിന്റെ തൃപ്തി നേടിയ മഹാനായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് സൂറത്തു മറിയമിലെ 54, 55 ആയത്തുകളിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ സഹോദരന്മാരെ, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചുമൊന്നും അധിക വിവരണങ്ങളും ചരിത്രങ്ങളുമൊന്നും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാലും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അറബികളിലേക്ക് അയക്കപ്പെട്ട ദൂതനായാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിയപ്പെടുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അറബികളിലേക്ക് അയക്കപ്പെട്ട ഒരു ദൂതനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആ ശുദ്ധമായ തൗഹീദിന്റെ പാരമ്പര്യത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത്. അങ്ങനെ ബാപ്പ പഠിപ്പിച്ച ഇസ്മായിൽ അലൈഹിസ്സലാമിലൂടെ മഹാനായ പൊന്നോമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശത്തിന്റെയും വെളിച്ചത്തിൽ മനസ്സിലാക്കിയ ഇസ്മായിൽ അലൈഹിസ്സലാം ജനങ്ങളെ തൗഹീദിലേക്കും അള്ളാഹുവിന്റെ യഥാർത്ഥമായ ദീനിലേക്കും ക്ഷണിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിച്ചു വഫാത്തായി പോയത്. അങ്ങനെ അറബികൾക്കിടയിലേക്ക് അയക്കപ്പെട്ട മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം, ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച അതേ പാരമ്പര്യത്തിലാണ് അറബികൾ കടന്നു ജീവിച്ചു വന്നത്. എന്നാൽ ഏതൊരു സമൂഹത്തിന്റെയും ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനാകും. ഒരു പ്രവാചകൻ വന്ന് ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ആ പ്രവാചകന്റെ വഫാത്തിന്റെ ശേഷം കാലം കുറെ പിന്നിടുമ്പോൾ ജനങ്ങൾ ആ പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു ചില മാർഗങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യം എല്ലാ സമുദായങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം ചൊല്ലും തോറും മഹാന്മാരായ പ്രവാചകന്മാരുടെ കാലശേഷം ജനങ്ങൾ അവര് പഠിപ്പിച്ച യഥാർത്ഥമായ ആശയങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയി. അവര് പഠിപ്പിച്ച ആശയങ്ങളും അവരുമായി പേരിൽ മാത്രം ബന്ധമുണ്ടാവുകയും യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ആശയങ്ങളിൽ നിന്ന് അവർ വഴിമാറിപ്പോവുകയും ചെയ്യുന്ന ഒരു ദുരന്തം ഏത് സമുദായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഈ സമുദായത്തിനും സംഭവിച്ചിട്ടുണ്ട്. ആലോചിച്ചു നോക്കുക. ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതുപോലെ ശുദ്ധമായ തൗഹീദാണ് അറബികൾക്കിടയിൽ പഠിപ്പിച്ചത്. അങ്ങനെ ആ മഹാനുഭാവൻ തൗഹീദിന്റെ രംഗത്ത് പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച് അള്ളാഹു അദ്ദേഹത്തിന് നിശ്ചയിച്ചിട്ടുള്ള കാലഘട്ടം ഈ ലോകത്ത് ആ പ്രവാചകത്വത്തിന്റെ ദൗത്യം കൃത്യമായി തന്നെ നിർവഹിച്ച് അദ്ദേഹം വഫാത്തായി പോയി. കാലഘട്ടം കുറെ കഴിഞ്ഞപ്പോൾ, തലമുറകൾ കുറെ കഴിഞ്ഞു മാറി മാറി വന്നപ്പോൾ ഈ സമൂഹത്തിലും വിശ്വാസ രംഗത്തുള്ള വ്യതിയാനങ്ങൾ കടന്നു വന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച, ഇസ്മായിൽ അലൈഹിസ്സലാം പഠിപ്പിച്ച ആ തൗഹീദി പാരമ്പര്യത്തിലേക്ക് ശിർക്ക് ആദ്യമായി കടന്നു വരികയാണ്. അതിനൊരു ചരിത്രമുണ്ട് സുഹൃത്തുക്കളെ. അറബികളുടെ പിൻതലമുറയുടെ ഓരോ ഗോത്രങ്ങളും ഒക്കെയായി ഇങ്ങനെ വർദ്ധിച്ച് വന്ന് മക്കയുൾക്കൊള്ളുന്ന ഹിജാസ് പ്രദേശത്തിന്റെ ആധിപത്യം അവസാനം ഖുസാ എന്ന് പറയുന്ന അറബി ഗോത്രത്തിന്റെ കയ്യിലാണ് വന്നു ചേർന്നത്. നമ്മൾ ചരിത്രം മനസ്സിലാക്കണം. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ശേഷം കുറെ കൊല്ലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടപ്പോൾ അറബികളുടെ വളർച്ചയുണ്ടായത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലൂടെയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാം അവിടെ വളർന്നു വലുതായി ആ രാജ്യത്തേക്ക് വന്ന ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്ന് അറബി ഭാഷ പഠിച്ചുവെന്നും അങ്ങനെ ആ നാട്ടിൽ അറബ് സമൂഹം വളർന്നു വന്നുവെന്നും അവരുടെ തലമുറകൾ പെറ്റുപെരുകി പിന്നീട് പിൽക്കാലത്ത് അറേബ്യൻ സമൂഹം ധാരാളമായി വർദ്ധിച്ച് വന്ന് മക്കയിൽ ജനവാസമുണ്ടായി. ഹിജാസ് ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ അറേബ്യയുടെ തീരങ്ങളിലൊക്കെ ജനങ്ങൾ ധാരാളമായി തിങ്ങിപ്പാർക്കാൻ തുടങ്ങി. അങ്ങനെ കാലഘട്ടം കുറെ പിന്നിട്ട് ഹിജാസ് ഉൾക്കൊള്ളുന്ന അഥവാ സൗദി അറേബ്യ എന്ന് ഇന്നറിയപ്പെടുന്ന ഹറമിന്റെയും ഹിജാസിന്റെയും മക്കയുടെയും ഒക്കെ ഭാഗങ്ങളിലെ അധികാരം
ഖുസാഅത്ത് എന്ന് പറയുന്ന അറബി ഗോത്രത്തിന്റെ കയ്യിലാണ് വന്നു ചേർന്നത്. അതിന്റെ തലവനായിരുന്നു അംർ ഇബ്നു ലുഹയ്യ്. അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്നയാളായിരുന്നു ആ ഖുസാഅ ഗോത്രത്തിന്റെ തലവനായ വ്യക്തി. ഖുറൈശികൾക്ക് മുമ്പ് മക്കയുടെ ആധിപത്യം ഖുസാഅ ഗോത്രത്തിന്റെ കൈവശമായിരുന്നു. നമ്മൾ ചരിത്രത്തിൽ നിന്നത് മറന്നു പോകരുത്. ഖുറൈശികൾക്ക് മുമ്പ് മക്കയുടെ ആധിപത്യം ഉണ്ടായിരുന്ന അറബ് ഗോത്രം ഖുസാഅത്ത് ഗോത്രമായിരുന്നു. അവരുടെ നേതാവായിരുന്നു അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ അവർക്കിടയിൽ വലിയ മഹാനായിട്ടാണ് അറിയപ്പെട്ടത്. ദാനധർമ്മങ്ങൾ വാരിക്കോരി ചെയ്തിരുന്ന നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിലൊക്കെ നിഷ്ഠയുള്ള അങ്ങനെ തന്നെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഫഅഹബ്ബഹു الناس ഹുബ്ബൻ അളീമാ, ആളുകൾക്കൊക്കെ അദ്ദേഹത്തിനോട് വലിയ ഇഷ്ടമായി. വദാനൂ ലഹു ലിഅജ്ലി ദാലിക ഹത്താ മല്ലകൂഹു അലൈഹിം, അങ്ങനെ ആ രാട്ടിന്റെ അധികാരം, ഭരണാധികാരം ഈ അംർ ഇബ്നു ലുഹയ്യിനെയാണ് ജനങ്ങളെ ഏൽപ്പിച്ചത്. അത്രത്തോളം ജനങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമായി. അങ്ങനെ ഖുസാഅത്തിന്റെ നേതാവായ അംർ ഇബ്നു ലുഹയ്യ് മക്കയുടെ ഭരണാധികാരിയായി ആ കാലഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു, അദ്ദേഹത്തിന്റെ അധികാരത്തിലായിരുന്നു ഹിജാസിന്റെ അഥവാ മക്കയുടെയും പരിസര പ്രദേശങ്ങളുടെയും ഒക്കെ ഭരണം. കഅബാലയത്തിന്റെ ഉത്തരവാദിത്വവും അതിന്റെ നേതൃത്വവുമൊക്കെ ഈ ഖുസാഅ വിഭാഗക്കാരുടെ കൈകളിൽ, ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു അന്ന് ഭരണങ്ങളൊക്കെ നടന്നിരുന്നത്. അങ്ങനെ ആളുകളൊക്കെ അദ്ദേഹത്തെ വലിയ പണ്ഡിതനും അള്ളാഹുവിനോട് അടുപ്പമുള്ള വലിയ ഒരു സിദ്ധനുമൊക്കെയായി, വല്ലാത്തൊരു അള്ളാഹുവിനോട് അടുപ്പമുള്ള ഒരു വലിയമൊക്കെയായി ആളുകൾ ഈ അംറിനെ കണ്ടു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ആ മനുഷ്യന്റെ അവസാന കാലം മോശമായി പോവുകയാണ്. ആ മനുഷ്യന്റെ അവസാന കാലം വഴിതെറ്റിപ്പോവുകയാണ്. ഇയാളിങ്ങനെ അധികാരിയായി ആ ഭാഗത്ത് എല്ലാവരാലും ആദരിക്കപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക് സുമ്മ ഇന്നഹു സാഫറ ഇല ശാം, ഇദ്ദേഹം സിറിയയിലേക്കൊന്ന് യാത്ര പോയി. ഷാം എന്ന് അന്നറിയപ്പെടുന്ന, സിറിയ എന്നറിയപ്പെടുന്ന, ഇന്നറിയപ്പെടുന്ന സിറിയൻ പ്രദേശങ്ങളിലൂടെ അദ്ദേഹം ഒരു യാത്ര പോയി. അവിടെ ചെന്ന് നോക്കുമ്പോ ആ പ്രദേശവാസികളെ അദ്ദേഹം കാണുന്നത് യഅ്ബുദൂനൽ ഔസാൻ, അവരൊക്കെ വിഗ്രഹത്തെ ആരാധിക്കുകയാണ്. എല്ലാവരുടെ മുമ്പിലുണ്ട് ഓരോ തലമുറക്കും, ഓരോ ഗോത്രക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ ഓരോ വിശേഷ ബിംബങ്ങളുണ്ട്. ആ ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നു, നൈവേദ്യങ്ങൾ സമർപ്പിക്കുന്നു, പൂജകൾ നിർവഹിക്കുന്നു, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, അവയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, അവയ്ക്ക് മുമ്പിലും വലയം വെക്കുന്നു. ഈ കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിനത് വളരെ ഹൃദ്യമായി തോന്നി. നല്ലൊരു സംഗതിയാണല്ലോ, ഒന്നുമില്ലാതെ ഇങ്ങനെ വിളിക്കണീനേക്കാണ് മുമ്പിൽ ഒരു പ്രതിഷ്ഠ ഉണ്ടാവുമ്പോ അത് നല്ലതാണ് മൂപ്പർക്ക് തോന്നി. അങ്ങനെ അദ്ദേഹം അത് സത്യമാണ്, അതാണ് ശരി എന്ന് അയാൾക്ക് തോന്നി. കാരണം സിറിയ എന്ന് പറയുന്നത് മഹല്ലുർ റുസുലി വൽ കുതുബി, ധാരാളക്കണക്കിന് അമ്പിയാക്കളും വേദഗ്രന്ഥങ്ങളും ഒക്കെ അവതീർണമായ പ്രദേശമായിരുന്നുവല്ലോ ഷാം രാജ്യങ്ങൾ. മൂസ നബി അലൈഹിസ്സലാമിന്റെയും ഈസ നബി അലൈഹിസ്സലാമിന്റെയും ഇസ്രായേൽ പ്രവാചകന്മാര് അഥവാ ഇസ്രായേൽ മക്കളിലേക്ക് അയക്കപ്പെട്ട ധാരാളക്കണക്കിന് ദൂതന്മാരിൽ എല്ലാവരും ഏതാണ്ട് വന്നത് ഷാം, സിറിയ ഉൾക്കൊള്ളുന്ന ഷാമിന്റെ മേഖലകളിലൂടെയായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടൊരു യാത്ര നടത്തിയ അംർ ഇബ്നു ലുഹയ്യ് അവിടെ വിഗ്രഹാരാധനക്ക് നല്ല പ്രചാരം കണ്ടപ്പോ അയാൾ തോന്നി, ഇതെന്തായാലും തരക്കേടില്ലാത്തൊരു കാര്യമാണ്. അമ്പിയാക്കളുടെയും വേദഗ്രന്ഥങ്ങളുടെയും ഒക്കെ വിളനിലമെന്ന് അറിയപ്പെടുന്ന ഈ രാജ്യങ്ങളിലൊക്കെ ഇത് കാണുമ്പോ ഇത് തരക്കേടില്ലല്ലോ എന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ അയാൾ എന്ത് ചെയ്യുകയാണ്? ഫറജഅ ഇലാ മക്ക, അയാൾ മക്കയിലേക്ക് മടങ്ങുമ്പോ വഖദിമ മഅഹു ബിഹുബൽ, അവിടുന്ന് ഒരു വിഗ്രഹം വാങ്ങി. അയാൾ അവിടുന്ന് ഒരു വിഗ്രഹം വാങ്ങി. ഹുബല് എന്ന് പേരുള്ള ഒരു വിഗ്രഹം അയാൾ അവിടുന്ന് വാങ്ങി. എന്നിട്ട് കഅബയിലെ പരിശുദ്ധ മക്കയിലേക്ക് അതും കൊണ്ട് അയാൾ വന്ന് വജഅലഹു ഫീ ജൗഫിൽ കഅബ, കഅബത്തിന്റെ അകത്ത് തന്നെ അതങ്ങ് പ്രതിഷ്ഠിച്ചു. കഅബത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഹുബലിനെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് വദഅഹില മക്ക ഇല ശിർക്ക് ബില്ലാഹ്, ഇതാണ് വേണ്ടത്, ഇതിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. നേരിട്ട് അള്ളാഹിനോടല്ല, നമ്മളൊക്കെ പാപികളാണ്, അതുകൊണ്ട് ഇവര് മുഖേനയാണ് വേണ്ടത്, ഇവരാണ് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുക
ഇവരാണ് നമുക്ക് അള്ളാന്റെ അടുക്കലുള്ള ശുഫാക്കൾ, ശുപാർശകന്മാർ എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ ജനങ്ങളെ അതിലേക്ക് ക്ഷണിച്ചു. ഫഅജാബൂഹു, ആളുകൾക്കൊക്കെ തരക്കെടില്ല എന്ന് തോന്നി. അങ്ങനെ അയാളുടെ ഈ ശിർക്കൻ വാദത്തിന്, ഈ വിഗ്രഹാരാധന പ്രചരണത്തിന് ആളുകളൊക്കെ ഏതാണ്ട് ഉത്തരമേകി. ആ കാലഘട്ടത്തിൽ വാഹുലുൽ ഹിജാസ് ഫീ ദീനിഹിം തബഉൻ ലി അഹ്ലി മക്ക, ഹിജാസ് പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് ആളുകൾ ദീൻ ഉൾക്കൊള്ളുക മക്കക്കാരെ നോക്കിയിട്ടാണ്. കാരണം ലിഅന്നഹും മുലാത്തുൽ ബൈത്തി വാഹുലുൽ ഹറം, അവരാണല്ലോ വിശുദ്ധ മക്കയുടെ അധികാരികളും ഹറം പ്രദേശക്കാരുമൊക്കെ അവരല്ലേ. അതുകൊണ്ട് അവര് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ഹിജാസിലുള്ള ആളുകൾ, ഹിജാസ് പ്രദേശം മുഴുവനും മക്കയിൽ ഇങ്ങനെ വിഗ്രഹാരാധന തുടങ്ങി. എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ അതാണ് വേണ്ടത്, അതാണ് ശരീരം വിചാരിച്ചിട്ട് ഹിജാസിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ വിഗ്രഹാരാധകന്മാരായി മാറി. فلم يزالوا ولا ذلك حتى بعث الله محمدا صلى الله عليه وسلم بدين إبراهيم عليه السلام وإبطال ما أحدثه عمرو بن لحي. അങ്ങനെ ജനങ്ങൾ ശിർക്കിലായി കൊണ്ട് തന്നെ കഴിഞ്ഞു. അവസാനം അതാ അവരെ നന്നാക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ യഥാർത്ഥമായ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഭൂജാതനാവുകയും അംറു ഇബ്നു ലുഹയ്യ് പുതുതായി കൊണ്ടുവന്ന വാദങ്ങളുടെ മുനയൊടിക്കുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവ് വരെ മക്ക രാജ്യം വിഗ്രഹാരാധകന്മാരുടെ പിടിയിൽ അമർന്നുപോയി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ബാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിലൂടെ പഠിപ്പിച്ച് ഒരു സമൂഹത്തിന് തൗഹീദിലേക്ക് മാർഗദർശനം നടത്തിയിട്ട് അവരെ അതിൽ തന്നെ വളർത്തിയുണ്ടാക്കിയിട്ട് കൊല്ലക്കാലം കുറെ പിന്നിട്ടപ്പോൾ അതിലേക്കതാ പിൽക്കാലത്ത് ഇസ്ലാം ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകങ്ങൾ കടത്തിക്കൂട്ടുകയാണ്. അങ്ങനെ വിശുദ്ധമായ കഅബാലയം ബാപ്പയും മകനും കൂടി അള്ളാന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ പരിശുദ്ധമാക്കി വെക്കുവീൻ ഈ ഭവനത്തെ എന്ന് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അള്ളാഹ് കൽപ്പിച്ച് എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ കഅബ എന്ന് പറയുന്ന പരിശുദ്ധമായ ഭവനം, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന് അല്ലാഹു സവിശേഷത പറഞ്ഞ, ഭൂമിയിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനം ബക്കയിൽ നിർമ്മിക്കപ്പെട്ട ബക്ക, മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത എന്നാണ് പറഞ്ഞത്. മക്കക്കുണ്ടായിരുന്ന മറ്റൊരു പേരാണ് ബക്ക. മക്ക ബക്ക രണ്ടും ഒന്നാണ്. അപ്പൊ ബക്കയിൽ സ്ഥാപിതമായിട്ടുള്ള ആദ്യത്തെ ഭവനം ഇബ്രാഹിമിലൂടെയും ഇസ്മായിലിലൂടെയും അലൈഹിമസ്സലാം വിശുദ്ധമാക്കി ശുദ്ധീകരിച്ചിട്ടുള്ള വിശുദ്ധ കഅബാലയം, ആ കഅബാലയത്തിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് വൃത്തികേടാക്കി വിഗ്രഹങ്ങളെ കടത്താൻ തുടങ്ങി. അങ്ങനെ അംറു ഇബ്നു ലുഹയ്യാണ് ആദ്യമായിട്ട് അത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. പിന്നീട് ഓരോ പ്രദേശക്കാരും അവർക്ക് തോന്നിയ രൂപത്തിലൊക്കെ പ്രാദേശികമായ പല വിഗ്രഹങ്ങളെയും കൊണ്ടുവന്നു. ലാത്തയുണ്ടായി, മനാത്തയുണ്ടായി, ഉസ്സയുണ്ടായി. ഇബ്രാഹിം നബിയുടെ പേരിൽ തന്നെയും ബിംബമുണ്ടാക്കി, ഇസ്മായിൽ നബിയുടെ പേരിൽ തന്നെയും ബിംബമുണ്ടാക്കി. അതും അവരുടെ കരങ്ങൾ കൊണ്ട് പടുത്തുയർത്തി അവരുടെ കരങ്ങളാൽ ശുദ്ധീകരിച്ച അതേ ഭവനത്തിന്റെ അകത്തളത്തിൽ ആ രണ്ട് മഹാന്മാരുടെ പോലും പ്രതിമകൾ ഈ സമൂഹം പ്രതിഷ്ഠിക്കുകയുണ്ടായി. അതിനെയെല്ലാം നിശേഷം തകർത്ത് കളയുന്ന നിലക്ക്, അഥവാ അവരുടെ വിശ്വാസ രാഹിത്യത്തെ ചോദ്യം ചെയ്യുന്ന നിലക്ക് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയുക്തനാകുന്നത് വരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യം വരുന്നത് വരെ ആ രൂപത്തിൽ വിഗ്രഹാരാധനക്കുള്ള പ്രസിദ്ധി ആ രാജ്യത്ത് അങ്ങനെയാണ് ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴും സുഹൃത്തുക്കളെ, ചരിത്രത്തിൽ നമുക്ക് കാണാം വഫീഹിം ബഖായാ മിൻ ദീനി ഇബ്രാഹിം വ ഇസ്മാഈൽ ലം യത്റുകൂഹു കുല്ലഹു. അപ്പോഴും അവിടെയായി ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പഠിപ്പിച്ച പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വിരലിലെണ്ണാവുന്ന ആളുകളെ കാണാമായിരുന്നു. എല്ലാവരൊന്നും പഴച്ചില്ല. മഹാഭൂരിപക്ഷവും 99 പഴച്ചു എന്ന് പറയാം. പക്ഷേ എന്നാലും അവിടെ വിരലിലെണ്ണാവുന്ന ചില മഹാന്മാർ ആ പൂർവീക പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ടായിരുന്നു. അവർ ഒരു വ്യതിയാനത്തിലേക്കും പോയില്ല. മാത്രമല്ല, ആ കൂട്ടത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മഹാനായ സെയ്ദ് ബിൻ അംർ
സെയ്ദ് ബിൻ അംർ എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം ആ രൂപത്തിൽ ഉറച്ചു നിന്നൊരു വ്യക്തിയായിരുന്നു. മക്കയിലേക്ക് ആദ്യമായി ഇത് കൊണ്ടുവന്ന ഈ ആദർശം സമൂഹത്തിലേക്ക് ശിർക്കിന്റേതായ ഈ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന, അതുപോലെ തന്നെ റബ്ബല്ലാത്തവരിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന നിലക്ക് അല്ലാഹു അല്ലാത്തവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മൃഗങ്ങളെ നേർച്ചയാക്കി ഒഴിഞ്ഞിട്ട് വിടുന്ന, അവയ്ക്ക് പ്രത്യേകമായ പേരുകൾ നൽകിക്കൊണ്ട് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നാൽക്കാലികളെ നേർച്ചയാക്കി വിടുന്ന സമ്പ്രദായവും ഇയാളാണ് തുടക്കം കുറിച്ചത്. ഈ വ്യക്തിയാണ് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു ജഹന്നം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ബുഖാരിയിൽ നമുക്ക് കാണാം, റഅയ്തു ജഹന്നം, ഞാൻ നരകം കാണുകയുണ്ടായി. നരകം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സ്വർഗവും നരകവും ഒക്കെ ഈ ലോകത്ത് വെച്ച് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ നരകങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ നരകം കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എനിക്ക് നരകം കാണിക്കപ്പെട്ടപ്പോൾ അതിങ്ങനെ ഒന്നൊന്നിന്റെ മീതെ ഗർജിച്ചുകൊണ്ട് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തെ ഞാൻ കണ്ടപ്പോൾ വറഅയ്തു അംറാ, അംറിനെ ഞാൻ നരകത്തിൽ കണ്ടു. ഈ അംറിനെ ഞാൻ കണ്ടു നരകത്തിൽ. യജുറു ഖസ്ബഹു വഹുവ അവ്വലു മൻ സയ്യബ സവാഇബ്, കൊടൽമാലയൊക്കെ പുറത്തേക്ക് പൊട്ടി ഒലിച്ചിട്ട് നരകത്തിൽ അയാളുടെ കൊടൽമാലയും കൊണ്ട് ചുറ്റിക്കറങ്ങുന്ന രംഗം ഞാൻ കാണുകയുണ്ടായി. കാരണം അയാളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലൂടെയും ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പൂർത്തീകരിച്ചു പോയ ശുദ്ധമായ ഇസ്ലാമിന്റെ തൗഹീദിൽ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് അല്ലാഹു അല്ലാത്തവരെ ആരാധന സമർപ്പിക്കുന്ന നിലക്കുള്ള വിഗ്രഹത്തെ കൊണ്ടുവന്നുകയും അതുപോലെ തന്നെ സവായിബുകളെ റബ്ബല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിട്ട് അഴിച്ചുവിടുന്ന മൃഗങ്ങളെ ആദ്യമായി ഉണ്ടാക്കിയതും ആ നടപടിക്ക് തുടക്കം കുറിച്ചതും അയാളായിരുന്നു. അയാൾക്ക് നരകത്തിൽ സ്പെഷ്യൽ ശിക്ഷ ഞാൻ കാണുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ കാണാം, അറേബ്യയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവരുടെ നാൽക്കാലികളിൽ നിന്നും കൃഷി വകുപ്പുകളിൽ നിന്നും അവർ അള്ളാഹുവിന് ഓരോഹരി നേർച്ചയാക്കും. അവരുടെ ദേവന്മാർക്കും അഥവാ വിഗ്രഹങ്ങൾക്കും അല്ലാഹുവല്ലാത്ത അവരുടെ പുണ്യാളന്മാരായിട്ട് അവർ കാണുന്ന ആളുകൾക്കും അവർ നേർച്ച വഴിപാടുകൾ കൊടുക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാലി സമ്പത്തിൽ നിന്നും അവരുടെ കാർഷിക സമ്പത്തിൽ നിന്നും ഒരു വിഹിതം അവര് അള്ളാഹ്ക്ക് മാറ്റിവെക്കും, ഒരു വിഹിതം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയും നേർച്ചയാക്കി മാറ്റിവെക്കും. അങ്ങനെ അവർ മാറ്റിവെച്ച ഇന്നും കാണുന്നില്ലേ സുഹൃത്തുക്കളെ, പലപ്പോഴും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവുകൾ നടത്തുന്നവർ, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രീതിയും അവരോടിൽ നിന്ന് രോഗശമനവും ആഗ്രഹ സഫലീകരണവും മോഹിച്ചുകൊണ്ട് കാർഷിക വിളകളെയും അതുപോലെ തന്നെ കോഴികളെയും ആടുകളെയും ഒക്കെ ദർഗകളിലേക്കും മഖാമുകളിലേക്കും ഒക്കെ നേർച്ചയായി കൊണ്ടുപോകുന്നത് ആധുനിക യുഗത്തിൽ മീഡിയകളുടെ സൗകര്യത്തോടുകൂടെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവർ, നേർച്ച എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. അന്നദറു ഇബാദ, നേർച്ച ഒരു ഇബാദത്താണ്. ഇബാദത്ത് റബ്ബിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കാൻ പാടില്ല. ആ പഠിപ്പിച്ച ഇസ്ലാമികമായ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് അംർ ഇബ്നു ലുഹൈ ഉണ്ടാക്കി തീർത്ത അറേബ്യൻ മുശ്രിക്കുകൾ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമായിരുന്നു. അവരുടെ ഒട്ടകങ്ങളിൽ നിന്നും അവരുടെ കാലി സമ്പത്തിൽ നിന്നും അവർ ഒരു വിഹിതം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കും. എന്നിട്ട് അവർ സ്പെഷ്യൽ പേരിട്ടു. അത്തരത്തിലുള്ള മൃഗങ്ങളെ നേർച്ചയാക്കി വിടുമ്പോൾ അതിനവർ ചില പ്രത്യേക പേരുകൾ കൊടുക്കാറുണ്ട്. സാധാ ഒട്ടകമല്ല. ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ്, 4 വിധത്തിലുള്ള പേരുകളിലാണ് അവരുടെ നേർച്ച മൃഗങ്ങൾ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം, നമുക്ക് പഠിക്കാം. അള്ളാഹു അതിനെ ശക്തമായി എതിർത്തു. അള്ളാഹു പറഞ്ഞു, ഇത് നിങ്ങളായിട്ടുണ്ടാക്കിയ കളവുകളാണ്, അല്ലാഹ് ഇതിന് ഉത്തരവാദിയല്ല, അല്ലാഹ് ഇതൊന്നും നിശ്ചയിച്ചിട്ടില്ല. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ്. മാ ജഅലല്ലാഹു, അല്ലാഹ് നിശ്ചയിച്ചിട്ടേ ഇല്ല. മിൻ ബഹീറത്തിൻ, ബഹീറത്തിനെ നിശ്ചയിച്ചിട്ടില്ല. വലാ സായിബത്തിൻ, സായിബത്തിനെയും നിശ്ചയിച്ചിട്ടില്ല.
വലാ വസീലത്തിൻ, വസീലത്തിനെയും നിശ്ചയിച്ചിട്ടില്ല. വലാ ഹാം, ഹാമിനെയും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാം, ഇത് അല്ലാഹയല്ലാത്തവരുടെ പേരിൽ ഒഴിഞ്ഞിടപ്പെടുന്ന, നേർച്ചയാക്കി വിടപ്പെടുന്ന, വഴിപാടാക്കി അഴിച്ചുവിടപ്പെടുന്ന മൃഗങ്ങൾക്ക് അവർ നൽകിയിരുന്ന സ്പെഷ്യൽ 4 പേരുകളാണ് ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാം. 4 പേരിട്ടു എന്ന് മാത്രമല്ല, ഇതിനൊക്കെ പ്രത്യേകം കാനൂനുണ്ടായിരുന്നു, പ്രത്യേക കാനൂനുകൾ, കുറെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഈ ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാം ഇതൊക്കെ നേർച്ചയാക്കിയിടുന്ന ഒട്ടകങ്ങളുടെ പേരാ. അങ്ങനെ പിന്നെ അവയുടെ പുറത്ത് സവാരി ചെയ്യാൻ പാടില്ല, ഒരു നിയമമാണ്. കാരണം നേർച്ച വിട്ടതാണ്, പുറത്ത് സവാരി ചെയ്യാൻ പാടില്ല. അതിനെ കറന്നെടുക്കുന്ന പാല് പുരുഷന്മാർക്ക് പറ്റും, പെണ്ണുങ്ങൾക്ക് പാടില്ല. അതിനെ അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ മാംസം പുരുഷന്മാർക്ക് പറ്റും, പെണ്ണുങ്ങൾക്ക് പാടില്ല. അങ്ങനെ പല നിയമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇന്നുണ്ട് അല്ലാഹയല്ലാത്തവരുടെ പേരിൽ അഴിച്ചുവിടപ്പെടുന്ന, നേർച്ചയാക്കി തെരുവുകളിലേക്ക് ഇറക്കി വിടപ്പെടുന്ന മൃഗങ്ങളുണ്ട്. നമ്മുടെ കേരളീയ ചരിത്രത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇന്നത് പലപ്പോഴും കാണാതെയായെങ്കിലും നമ്മുടെയൊക്കെ നാടും നഗരവും ഒക്കെ കീഴടക്കിക്കൊണ്ടിരുന്ന ഗ്രാമാന്തരം കഴുത്തിൽ ഒരു കുടമണിയും കിലുക്കിക്കൊണ്ട് നടന്നിരുന്ന ചില ആടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. മുഹീദ്ദീൻ ആട് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. മുഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ ഒഴിഞ്ഞിടപ്പെട്ട ആടുകൾ. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ഉള്ളാൾ ദർഗയിലേക്ക് നേർച്ചയാക്കി ഒഴിഞ്ഞ് തെരുവിലേക്ക് വിടപ്പെട്ടിരുന്ന ആ രൂപത്തിലുള്ള ഉള്ളാളം ദർഗയിലേക്ക് ഒഴിഞ്ഞിടപ്പെട്ടിരുന്ന കൂറ്റനാടുകൾ. അവ ആരാന്റെ വിളനിലത്തിലേക്ക് കയറും, റേഷൻ കടയിലേക്കും അതുപോലെ തന്നെ അനാദിക്കടകളിലേക്കും കയറും. ചാക്കിൽ നിന്ന് അരി കഴിക്കും, തക്കാളി കഴിക്കും. ആട്ടാൻ പാടില്ല, കുരുത്തക്കേട് സംഭവിക്കും. കാരണം ഇത് തങ്ങൾ പാപ്പാന്റേതാണ്, അത് നേർച്ചയാക്കിയതാണ്. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ മുമ്പ് അറബികൾക്കിടയിൽ നിലവിലുണ്ടായിരുന്ന ബഹീറ, സായിബ, വസീല, ഹാമിന്റെ അതേ പകർപ്പിന്റെ പാരമ്പര്യം ഈ സമുദായത്തിലേക്ക് കടന്നു വന്നതാണ്. അള്ളാഹു പറഞ്ഞു, അല്ലാഹ് ഇത് നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയോ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കി വിടുകയോ ചെയ്യുന്ന സമ്പ്രദായം അല്ലാഹ് നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് പേരിട്ടാലും ശരി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ്. അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറഞ്ഞതാണ് ഇതൊക്കെ. അല്ലാഹ് പഠിപ്പിച്ചതല്ല ഇതൊന്നും. ഇതൊക്കെ അവരുടെ വകയായിട്ട് അവർ കടത്തിക്കൂട്ടിയതാണ് ദീൻ എന്ന നിലക്ക് എന്ന് അല്ലാഹു അതിനെ ശക്തമായി തന്നെ എതിർക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ചരിത്രം അറിയാതിരുന്നാൽ, ജാഹിലിയത്തിൽ നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങളും ശിർക്കുകളും ഇരുട്ടും അറിയാതെ പോയാൽ ഇസ്ലാമിന്റെ വില അറിയാൻ നമുക്ക് കഴിയൂല. പലപ്പോഴും മുസ്ലിമീങ്ങൾക്ക് എല്ലാ ഹിസ്റ്ററിയും അറിയാം, എല്ലാ നേതാക്കന്മാരെ പറ്റിയും ഹിസ്റ്ററി അറിയാം. അവരുടെയൊക്കെ ബയോഡാറ്റ അവരുടെ കൈകളിലുണ്ട്, തലയിലുണ്ട്. ഇസ്ലാമിന്റെ പ്രവാചകന്മാരുടെയും മഹാരഥന്മാരായ ഇസ്ലാമിക നേതാക്കളുടെയും ചരിത്രം മാത്രം ഈ ഉമ്മത്തിന് അറിയാതെ പോയി. കഷ്ടമാണത്. നമ്മൾ തിരുത്തി കുറിക്കണം, നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ ഞാൻ നിങ്ങളോട് ഈ സൂചിപ്പിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകളിൽ നിന്ന് ഏതു ഭാഷകളിലും നമുക്ക് ലഭ്യമാണ്. നിങ്ങൾ വായിച്ചു നോക്കൂ. ആ സമുദായത്തിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും വിവിധ പേരുകളിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നിലനിൽക്കുകയാണ്. ഉള്ളാൾ ദർഗയിൽ ഉള്ളാളത്തെ നേർച്ചയുടെ അതിനോടനുബന്ധിച്ച് 100 കണക്കിന് ആടുകളെയാണ് ഖബറിന്റെ സമീപത്ത് പ്രത്യേകം സജ്ജമാക്കിയ മൈതാനത്ത് വെച്ച് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ബലിയർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാം അനുവദിച്ചതല്ല. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച്, അള്ളാഹുവിങ്കൽ നിന്ന് കാര്യസാധ്യം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ സ്വർഗം ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെയുള്ള ബലിയർപ്പണം ഇസ്ലാമിലില്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അവരിൽ നിന്നുള്ള ഈ നിലക്കുള്ള പുണ്യങ്ങളോ ശിക്ഷകൾ ഭയപ്പെട്ടുകൊണ്ടോ ഉപകാരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടോ നടത്തുന്ന അറിവുകൾ നടത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനത്തിന് പണ്ട് മുതൽ ഇതിന് തുടക്കം കുറിച്ച മുശ്രിക്കുകളുടെ നേതാവ് അംർ ഇബ്നു ലുഹയ്യ്, അയാളാണ് ഈ തോന്നിവാസം ആദ്യമായി ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് എന്ന നിലക്ക് അയാൾക്ക് നരകത്തിൽ സ്പെഷ്യൽ ശിക്ഷ, കുടൽമാല നരകത്തിലൂടെ വലിച്ചഴച്ചുകൊണ്ട് അംർ ഇബ്നു ലുഹയ്യ് നടക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം,
ഇന്ന അവ്വല മൻ സയ്യബ സവായിബ വഅബദ അൽ-അസ്നാമ അബൂ ഖുസാഅ അംർ ഇബ്നു ആമിർ ഫഇന്നി റഅയ്തുഹു യജറു അംആഅഹു ഫിന്നാർ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ആദ്യം കേട്ടത് ബുഖാരിയിൽ, ഇത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇന്ന അവ്വല മൻ സയ്യബ സവായിബ, ഈ സായിബത്ത് എന്ന മൃഗങ്ങളെ ആദ്യമായി നേർച്ചയാക്കി അഴിച്ചുവിട്ട, ആദ്യം അതിന് തുടക്കം കുറിച്ചവൻ അവനാണ്. വഅബദൽ അസ്നാം, വിഗ്രഹാരാധന ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതും അബൂ ഖുസാഅക്കാരുടെ അബു എന്നറിയപ്പെടുന്ന ഖുസാഅ ഗോത്രത്തിന്റെ നേതാവായിരുന്ന അംർ ഇബ്നു ലുഹയ്യാണ്, അംർ ഇബ്നു ഹാമിറാണ്, അംർ ഇബ്നു ലുഹയ്യാണ്. ഇന്നി റഅയ്തുഹു യജറു അംആഅഹു ഫിന്നാർ, കൊടൽമാലയും വലിച്ചുകൊണ്ട് നരകത്തിലൂടെ അയാൾ നടക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഇയാളാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പഠിപ്പിച്ച് ഇവിടെ നിലനിന്നിരുന്ന അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ശുദ്ധമായ ആ ദീനിൽ മായം കലർത്തി അയാളാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെയൊക്കെ ഇടയിലും ചില വെള്ളി നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൂരിരുട്ടിനിടയിലും ബഹുദൈവാരാധനയുടെ ഈ കട്ട പിടിച്ച ഇരുളുകൾക്കിടയിലും ചില വെള്ളി നക്ഷത്രങ്ങൾ അങ്ങിങ്ങ് മിനുങ്ങുന്നുണ്ടായിരുന്നു. ശുദ്ധമായ തൗഹീദിന്റെ വക്താക്കൾ. അവര് വിഗ്രഹാരാധന ചെയ്തില്ല, അവര് ശിർക്ക് ചെയ്തില്ല, അവരാ പഴയ പാരമ്പര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വന്നത് ഇവർക്കിടയിലായിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുകയോ പൂജ നടത്തുകയോ ആരാധന നടത്തുകയോ വേണ്ട. ഏതെങ്കിലും ഒരു വിഗ്രഹത്തോട് പോയി ഒന്ന് സല്യൂട്ട് അടിക്കുകയോ ഒരു വന്ദനം അതല്ലെങ്കിൽ ഒരു അഭിവാദ്യം അർപ്പിക്കുകയോ പോലും ചെയ്തിട്ടില്ല. പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് നബിയോട്, മുഹമ്മദേ ഒന്നും ചെയ്യണ്ട, നീ ഒന്നൊരു ഇസ്തിലാം, ഒന്ന് കൈകൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചൊരു സല്യൂട്ട് അടിച്ചാൽ മതി, ഞങ്ങൾക്ക് തൃപ്തിയായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, അവിടുന്ന് ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിലും ശുദ്ധമായ തൗഹീദിൽ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചു നിന്നു. അവസാന കാലഘട്ടത്തിൽ നബിയാകുന്നതിന്റെ മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തോന്നി ഹിറയിൽ പോയി ധ്യാനനിരതനായിട്ട് ഇതൊക്കെ മാറി അവിടെ പോയിട്ട് ഇരിക്കണം. അങ്ങനെ ഹിറാ ഗുഹയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നും മനസ്സിലുണ്ട്, ഇവർ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇതൊന്നുമല്ല ദീന്. ഏകനായ റബ്ബ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുക പറ്റുകയുള്ളൂ, അവൻ മാത്രമാണ് ആരാധ്യരെന്നും അറിയാമായിരുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ മതത്തിന്റെ മറ്റു വിശദ വിവരങ്ങളൊന്നും നബിക്കൊട്ട് അറിയുകയുമില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വവജദക ളാല്ലൻ ഫഹദാ, വവജദക നിന്നെ കണ്ടെത്തുകയും ചെയ്തില്ലയോ, ളാല്ലൻ വഴി അറിയാത്തവനായി, ഫഹദാ എന്നിട്ടവൻ വഴി കാണിച്ചു തന്നില്ലേ. അള്ളാന്റെ റസൂലിനോട് അള്ളാന്റെ റസൂൽ നബി സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹ് പറയുന്നു, അലം നശ്റഹ് ലക സദറക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക. അതുപോലെ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ആ സൂറത്തുകളിലൊക്കെയും സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകനുള്ള മഹത്വങ്ങൾ അല്ലാഹു എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയുന്നു, അലം യജിദ്ക യതീമൻ ഫആവാ, താങ്കളെ അനാഥനായി കണ്ടില്ലയോ, എന്നിട്ട് ധന്യനാക്കിയില്ലേ, അഭയം കിട്ടിയില്ലേ. വവജദക ളാല്ലൻ ഫഹദാ, വഴി അറിയാത്ത പഴച്ചോന്നല്ല, ഇവിടെ ളാല്ല് എന്ന് പറഞ്ഞാൽ വഴിവഴച്ച ആളെന്നല്ല, വഴി അറിയില്ല. എന്നാ ഇതൊക്കെ അറിയും ചെയ്യാം, വിശദവിവരങ്ങൾ അറിയില്ല. അത് വിശദമായ വിവരങ്ങൾ പഠിപ്പിച്ചു തന്നുകൊണ്ട് താങ്കൾക്ക് മാർഗദർശനം നൽകിയില്ലയോ. വളരെ കൃത്യമായി അല്ലാഹു തആല പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഉറച്ചു നിന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഇസ്മായിലി പാരമ്പര്യത്തിൽ നിലകൊള്ളുവാൻ ഭാഗ്യം സിദ്ധിച്ച വേറെയും ആളുകൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ. അദ്ദേഹം ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നയാളാണെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ഭൂരിപക്ഷം ആളുകളും അതിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. അബ്ദുൽ മുത്തലിബ് തെറ്റിപ്പോയയാളായിരുന്നു, അബൂ താലിബ് തെറ്റിപ്പോയയാളായിരുന്നു, അതുപോലെ തന്നെ അബ്ദുള്ള, ആമിന,
ഇവരുടെയൊക്കെ അവരൊന്നും തന്നെ ഈ ശരിയായ ഇസ്മായിലി പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നവരായിരുന്നില്ല. അവരൊക്കെയും തെറ്റിപ്പോയ വ്യക്തിത്വങ്ങളായിരുന്നു എന്ന് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചു ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തില്ല. സന്ദർശിച്ചോളാൻ പറഞ്ഞു. അവർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തരുതെന്ന് പറഞ്ഞു. നാം ചിന്തിക്കണം, ഇതെന്റെ വക പറയുന്നതല്ല. സഹീഹ് മുസ്ലിമിലെ 976 നമ്പർ ഹദീസ് പരിശോധിച്ചു നോക്കുക. അപ്പൊ സഹോദരങ്ങളെ, അത് വേറൊരു വിഷയമാണ്, ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. മഹാനായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ശുദ്ധമായ പാരമ്പര്യത്തിൽ ആളുകൾ വ്യതിചലിച്ചുകൊണ്ട് ശിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും മേഖലകളിലേക്ക് പോയെങ്കിലും അവിടെയായി ചില വ്യക്തിത്വങ്ങൾ ഈ ശുദ്ധമായ തൗഹീദിൽ തന്നെ നിലനിന്നിരുന്നു. അങ്ങനെ ശുദ്ധമായ ആ രൂപത്തിൽ നിലനിന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളർന്നു വലുതായി നബിയായ 40-ാമത്തെ വയസ്സിലാണെങ്കിലും 40 വയസ്സ് വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതവും പരിശുദ്ധമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബുവത്ത് കിട്ടിയതിന്റെ ശേഷം നബി തങ്ങൾ നന്നായതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജനിച്ചത് മുതൽ തന്നെ ഒരു പ്രത്യേക രീതിയിൽ പ്രവാചകത്വം നൽകാനുള്ള ഏർപ്പാടെന്ന നിലക്ക് തന്നെ പണ്ടേ അല്ലാഹു ആ നിലക്ക് വളർത്തി പരിശീലിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ നാട്ടിൽ എന്തെല്ലാം നീചപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്ന നാടാണ്. 33 കോടി വിഗ്രഹങ്ങൾ എന്ന് പറയാവുന്ന നിലക്ക് അല്ല, വിശുദ്ധ കഅബാലയത്തിന്റെ അകത്തും പുറത്തുമായി കുത്തി നാട്ടി നിവർത്തപ്പെട്ടിരുന്ന 360-ലേറെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അവയുടെ മുമ്പിൽ നമിച്ചിട്ടില്ല. അവരുടെ പല ഉത്സവങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ പല രൂപത്തിലുള്ള ഉത്സവങ്ങളും അവരുടെ നേർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒരാഘോഷത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. മദ്യം രുചിച്ചു നോക്കിയിട്ടില്ല. ഒരിക്കൽ പോലും അനാവശ്യമായി മറ്റൊരു പെണ്ണിനെ നോക്കിയിട്ടില്ല. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബിയാകുന്നതിന്റെ മുമ്പേ അല്ലാഹു ഇങ്ങനെ വളർത്തി കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ടാണ് അറേബ്യൻ ജനതയ്ക്കിടയിൽ നബിയാകുന്നതിന്റെ മുമ്പ് പോലും അല്ലമീൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയത്. അവർക്കിടയിൽ തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ മധ്യസ്ഥനായിട്ട് പോലും അവർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടത് അതുകൊണ്ടാണ്. ഒന്നും പറയാനില്ല ആ വ്യക്തിത്വത്തെക്കുറിച്ച്, കളവൊരിക്കലും പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും അതുണ്ടായിട്ടില്ല. ആരെയും വഞ്ചിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലമീൻ, വിശ്വസ്തൻ എന്ന പേര് കിട്ടി. എല്ലാവരും ധനം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്റെ മുതലുകളുമായി കച്ചവടത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അന്ന് പ്രവാചകനായിട്ടില്ലാത്ത മുഹമ്മദ് എന്ന് പറയുന്ന യുവാവിനെ കച്ചവടത്തിന് തന്റെ സമ്പത്തുമായി കൊണ്ട് മറുരാജ്യത്തേക്ക് ബിസിനസിന് അയച്ച് തിരിച്ചെത്തിയപ്പോഴുണ്ടായ വൻ ലാഭവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കൃത്യതയും അവിടുത്തെ ആ സൂക്ഷ്മതയും അവിടുന്ന് കാണിച്ച ഏറ്റവും വലിയ വിശ്വസ്തതയുമാണ് മഹദിയെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ആകർഷിച്ചത്. അങ്ങനെയാണ് ആ വിവാഹം നടക്കുന്നത്. അപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി പാരമ്പര്യത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ നിന്നാണ് ആരുടെ ജനനം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം. അത് യഹൂദികൾക്ക് സഹിച്ചില്ല. കാരണം യഹൂദികളുടെ ഗ്രന്ഥത്തിലും നസറാനികളുടെ ഇഞ്ചീലിലുമൊക്കെ വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ച് മുന്നറിയിപ്പുണ്ടായിരുന്നു. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് മൂസ നബിയും പറഞ്ഞിട്ടുണ്ട്, ഈസ നബിയും പറഞ്ഞിട്ടുണ്ട്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവും കാത്തുകൊണ്ടിരുന്നവരാണ് വാസ്തവത്തിൽ യഹൂദികളും നസ്രാനികളും ഒക്കെ. പക്ഷേ വന്നത്, അവര് പ്രതീക്ഷിച്ചത് ഇസ്ഹാഖ് നബിയുടെ പാരമ്പര്യയിൽ നിന്ന് വരുന്നതാണ്. കാരണം അതിലാണ് ഇസ്രായേൽ പാരമ്പര്യം. മനസ്സിലാക്കണം, ഇസ്രായേൽ പാരമ്പര്യം, ഇസ്രായേലി പ്രവാചകന്മാരൊക്കെയും വന്നത് ആരുടെ പരമ്പരയിലാണ്? ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം, അങ്ങനെ അങ്ങോട്ട് യൂസുഫ് അലൈഹിസ്സലാം ഒക്കെ ഇസ്രായേലി പരമ്പരയിലാണ് വന്നത്. മൂസാ നബി, ഈസാ നബി അലൈഹിസ്സലാം. അതേ പരമ്പരയിലാണ് ഇവർ കാത്തിരിക്കുന്നത് അന്ത്യപ്രവാചകനെ.
പക്ഷേ ആ അന്ത്യപ്രവാചകൻ വന്നു നോക്കുമ്പോ അത് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിൽ ഖുറൈശി ഗോത്രത്തിലാണ് അദ്ദേഹം ജനിച്ചു വീണത്. അപ്പൊ അവർക്ക് അസൂയയായി. കാത്തിരുന്നൊരു പ്രവാചകനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ സ്വീകരിക്കേണ്ടത് വാസ്തവത്തിൽ ആരായിരുന്നു? ഈ യഹൂദികളും നസ്രാനികളുമായിരുന്നു. പക്ഷേ അവരാണ് ആദ്യമായി അവരിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നിഷേധിച്ചു. അവർക്ക് അസൂയ. കാരണം അവര് വിചാരിച്ച കുടുംബത്തിൽ നിന്നല്ല വന്നത്. അതുകൊണ്ട് അവർ നബിയോട് അസൂയയായി. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം എന്നാണ് അല്ലാഹു പറഞ്ഞത്. അവരുടെ അസൂയ നിമിത്തമാണ്. അല്ലെങ്കിൽ അവരുടെ പിതാക്കളെ അറിയും പോലെ, അവരുടെ മക്കളെ അറിയും പോലെ അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ. എന്നിട്ടും അവരെന്തേ അവിശ്വസിച്ചത്? അവരുടെ കിബർ, അവരുടെ അസൂയ അല്ലാഹു വളരെ ഗൗരവത്തോടുകൂടെ ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ നിന്ന് പരമ്പരയായി കൈമാറി. അതിൽ നിന്നാണ്, ആ പാരമ്പര്യത്തിലാണ് മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചരിത്രത്തിൽ ഇത്രയേ നമുക്ക് ഗ്രഹിക്കാൻ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളൂ. ഇത് നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ പുത്രനായ രണ്ടാമത് ജനിച്ച ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ശേഷമുണ്ടായ സന്താനമാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്ഹാഖ് നബി ജനിക്കുമ്പോ അന്ന് ബാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 100 വയസ്സും അതുപോലെ തന്നെ സാറാ ബീവിക്ക് 90 വയസ്സും പ്രായമാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇബ്രാഹിം നബിക്ക് 100 വയസ്സ്, ഭാര്യയായ സാറാ ബീവിക്ക് 90 വയസ്സ്. വിശുദ്ധ ഖുർആൻ അവർക്ക് സന്താനമുണ്ടാകാൻ പോകുന്നു എന്ന്, ഇസ്ഹാഖ് നബിയുടെ വരവിനെ കുറിച്ച്, ഇസ്ഹാഖ് എന്ന മോനുണ്ടാകാൻ പോകുന്നു എന്ന സുവിശേഷം അറിയിച്ച ഒരു സന്ദർഭമുണ്ട്. ഖുർആൻ അത് പറയുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് മലക്കുകൾ കയറി വന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിഥികളുടെ വേഷത്തിൽ, സുന്ദരന്മാരായ പുരുഷ വേഷത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കുറെ മലക്കുകൾ കയറി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ സ്വീകരിച്ചിരുത്തി വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കി. അവർ കഴിച്ചില്ല. അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അതിന്റെ ശേഷം ആ മലക്കുകൾ പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരല്ല, ഞങ്ങൾ മലക്കുകളാണ്. ഞങ്ങൾ ലൂത്തിന്റെ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതെന്തിനാണെന്നോ, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം قال أبشرتموني على أن مسني الكبر فبم تبشرون قالوا بشرناك بالحق فلا تكن من القانطين قال ومن يقنط من رحمة ربه إلا الضالون. മലക്കുകൾ പറയാണ്, ഇബ്രാഹിമേ, ഞങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അതേ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രവാചകനാണ് ലൂത്ത് അലൈഹിസ്സലാം. ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷം നമുക്ക് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് പറയാനുള്ളത്. അതേ കാലക്കാരനായ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ പോകുമ്പോ, ആ പോകുന്ന വഴിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിൽ അതിഥികളുടെ വേഷത്തിൽ കയറി വന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയാണ്, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം, ഞങ്ങളിതാ നിശ്ചയമായും താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ബിഗുലാമിൻ അലീം, നല്ല വിവരമുള്ള ഒരു മോന് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നു. നല്ല വിവരമുള്ള ഒരു മോന് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഖാല, അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം അത്ഭുതത്തോട് ചോദിക്കുകയാണ്, അബശ്ശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ. അബശ്ശർതുമൂനി, നിങ്ങൾ എന്നോട് സന്തോഷ വാർത്ത അറിയിക്കുകയോ? അലാ അൻ മസ്സനിയൽ കിബറു, ഞാൻ ഇങ്ങനത്തെ പടുകിളവനായിരിക്കെ, ഇത്ര വാർദ്ധക്യം എന്നെ പിടികൂടിയ ഈ നേരത്ത്, ഫബിമ തുബശ്ശിറൂൻ, എന്ത് സന്തോഷ വാർത്തയാ നിങ്ങൾ എന്നോട് അറിയിക്കുന്നത്? ആ നേരത്ത് മലക്കുകൾ പറഞ്ഞു, ഖാലൂ ബശ്ശർനാക ബിൽ ഹഖി, യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങളോട് ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കാൻ പോകുന്നത്. ഫലാ തകും മിനൽ ഖാനിതീൻ,
അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്, ആശ മുറിഞ്ഞവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് നബിയേ. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി കൊടുക്കുകയാണ്, ഖാല വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ല ദ്ദാല്ലൂൻ. ഇല്ല ഇല്ല, എനിക്ക് നിരാശയില്ല. വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആരാണ് ആശ മുറിയുക? ഇല്ല ദ്ദാല്ലൂൻ, പിഴച്ചവരല്ലാതെ റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിയുമോ? അതുകൊണ്ട് എനിക്ക് നിരാശയൊന്നുമില്ല. എന്നാലും എനിക്കൊരു സംശയം, എനിക്കൊരു കുഞ്ഞുണ്ടാവോ? ഇത്ര വൃദ്ധനല്ലേ ഞാൻ? മാത്രമല്ല ഇത് കേട്ടു നിൽക്കുകയാണ് ഭാര്യയായ സാറാ ബീവി റളിയല്ലാഹു അൻഹാ. അവരതാ ഈ ആയത്തുകൾ ഇപ്പൊ സൂറത്ത് ഹിജ്റിലെ 53 മുതൽ 56 വരെയാണെങ്കിൽ സൂറത്തു ദാരിയാത്തിലെ 29-ാമത്തെ ആയത്തിൽ ആ മഹദിയുടെ അത്ഭുതം കൂറൽ പറയുന്നുണ്ട്. ഫഅഖബലത് ഇംറഅതുഹു ഫീ സർറത്തിൻ ഫസക്കത് വജ്ഹഹാ വഖാലത് അജൂസുൻ അഖീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഇത് കേട്ടിട്ട് മുന്നോട്ട് വന്നു. ഫീ സർറത്തിൻ, ഉറക്ക വച്ചയിട്ടുകൊണ്ട്. എന്തായി പറയണത്, എന്തായി കേൾക്കണതെന്നും പറഞ്ഞു ഉറക്ക ശബ്ദം കൊണ്ട് സാറാബി വരെ അടുത്തേക്കാണ് വന്നിട്ട് ഫസക്കത്ത് വജ്ഹ, കവിളിൽ ഇങ്ങനെ കൊട്ടി. അത്ഭുതത്തോട് രണ്ട് കവിളിലും കൈകൊണ്ട് ഇങ്ങനെ തല്ലി, അത്ഭുതം കൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് കൊട്ടി. വഖാലത്ത്, എന്നിട്ട് അവര് പറഞ്ഞു അജൂസുൻ അഖീം. എന്റെ ഭർത്താവാണെങ്കിൽ പടുകിഴവൻ, ഞാനോ മച്ചി, ഇതുവരെ പ്രസവിച്ചിട്ടില്ല. എന്തെങ്കിലും പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ട് കാരണങ്ങൾ, വന്ധ്യതയുടെ രണ്ട് കാരണങ്ങൾ ആ മഹദി എടുത്തു പറയുന്നത്. ഒന്ന് പ്രായാധിക്യം, ഇനി കുഞ്ഞുണ്ടാവൂല എന്നുള്ളതിനാ മഹദി പറഞ്ഞ രണ്ട് കാരണങ്ങളാ. ഒന്ന് എന്റെ പുതിയാപ്പിള പ്രായാധിക്യം കൊണ്ട് വടുവൃദ്ധനായ വ്യക്തിത്വമാണ്. ഞാൻ ഇന്ന് വരെ പ്രസവിച്ചിട്ടില്ല, അഖീമമാണ്, പിന്നെ എങ്ങനെ ഉണ്ടാവാനാ? മാത്രല്ല അത് കുറച്ചുകൂടി വിശദമായി ഹൂദ് സൂറത്തിലെ 71 മുതൽ 73 വരെയുള്ള ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വംറഅതുഹു ഖായിമ ഫളഹികത് ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യ ഇത് കേട്ടിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഫളഹികത്, അവര് ചിരിച്ചു. ചിരിച്ചത് രണ്ട് കാരണങ്ങളാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. കേട്ടിട്ട് അവർ ചിരിക്കാൻ എന്താ കാരണം? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു രണ്ട് കാരണത്താലാവും മഹദി ചിരിച്ചത്. ഒന്ന്, അതിഥികൾ ആരെന്നറിഞ്ഞ മനസ്സമാധാനം കൊണ്ട് ചിരിച്ചതാവാം. കാരണം പേടിച്ചു പോയില്ലേ, ഭക്ഷണം റെഡിയാക്കി കൊടുത്തിട്ട് തൊടുന്നില്ല, അപ്പൊ ബേജാറായി. പിന്നെയാണ് മനസ്സിലായത് വരുന്നോര, അപ്പൊ സമാധാനം കൊണ്ട് ചിരിച്ചതാണ് ഒന്ന്. രണ്ടാമത്തത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് ചിരിച്ചതാണ്. എന്തായിരുന്നാലും മഹദി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഫബശർനാഹാ ബിഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ്. അവർക്ക് നാം സന്തോഷ വാർത്ത അറിയിച്ചു, ഇസ്ഹാഖ് ഉണ്ടാകാൻ പോകുന്നു. ഇസ്ഹാഖ് മാത്രമല്ല, വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ്, ആ ഇസ്ഹാഖിന്റെ പിന്തലമുറയിൽ യഅഖൂബും ജനിക്കാൻ പോകുന്നു. അപ്പം മകനെ കുറിച്ച് മാത്രമല്ല, പേരക്കുട്ടിനെ കുറിച്ചും സന്തോഷ വാർത്ത അറിയിച്ചു. ഇസ്ഹാഖ് നബിയുടെ മോനാണ് യഅഖൂബ് അലൈഹിസ്സലാം. അത് വരാൻ പോകുന്നു അന്ന് തന്നെ മലക്കുകൾ പറഞ്ഞു. ഖാലത്ത്, ആ മഹദി ചോദിച്ചു, യാ വൈലതാ അലിദു വഅനാ അജൂസുൻ വഹാദാ ബഅലി ശൈഖാ ഇന്ന ഹാദാ ലശൈഉൻ അജീബ്. യാ വൈലതാ, അത്ഭുതമേ, അലിദു, ഞാൻ പ്രസവിക്കുകയോ വഅനാ അജൂസുൻ, ഞാനാണെങ്കിൽ ഞാനും പടുകിഴവിയാണ്. വഹാദാ ബഅലി ശൈഖാ, എന്റെ ഭർത്താവായ ഇദ്ദേഹവും പടുകിഴവനാണ്. ഇന്ന ഹാദാ ലശൈഉൻ അജീബ്, ഇതൊരു അത്ഭുതകരമായ പുതുമയായ കാര്യം തന്നെയാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. ഉടനെ മലക്കുകൾ ചോദിക്കുകയാണ്, ഖാലു അതഅജബീന മിൻ അംരില്ലാഹി റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്തി ഇന്നഹു ഹമീദും മജീദ്. അവര് ചോദിക്കുകയാണ്, ഓ സാറ ബീവിയോട് ചോദിക്കുകയാണ്, അതഅജബീന മിൻ അംരില്ലാഹ്, അള്ളാന്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നുവോ? റഹ്മത്തുല്ലാഹി വബറകാതുഹു, അള്ളാന്റെ അനുഗ്രഹങ്ങളും അവന്റെ പുരോഗതിയും അവന്റെ ബറക്കത്തുകളും ഒക്കെ അലൈക്കും, നിങ്ങളുടെ മേലുണ്ടാകാൻ പോവുകയാണ്. അഹ്ലൽ ബൈത്തിയെ, വീട്ടുകാരെ, ഇന്നഹു ഹമീദും മജീദ്, അല്ലാഹ് എല്ലാവരുടെയും സ്തുതിക്ക് അർഹനായവനും മഹത്വമുള്ളവനുമാകുന്നു. മനസ്സിലായില്ലേ?
ആ സന്തോഷ വാർത്ത അറിയിച്ചിട്ട് അവർ സമാധാനമായി. അങ്ങനെയാണ് ആ കുഞ്ഞായിട്ടാണ് ആര് ജനിക്കുന്നത്? ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. വേറെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അധിക വിവരണങ്ങളൊന്നും തന്നെ ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. അദ്ദേഹവും ബാപ്പ പ്രബോധനം ചെയ്ത, അതുപോലെ തന്നെ ജ്യേഷ്ഠൻ പ്രബോധനം ചെയ്ത ആ അതേ തൗഹീദിലേക്കും ദീനിലേക്കും ശരീഅത്തിലേക്കും ആയിക്കൊണ്ട് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിയുക്തനായ നബിയാണ് എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽ കവിഞ്ഞൊരു ചരിത്രം മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇല്ല. ഇതാണ് ഈ രണ്ട് മക്കളെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമകാലികനായിരുന്ന ലൂത്ത് അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വിവരണങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ കൂടെ ഉറച്ചു നിൽക്കുവാനും മഹാന്മാരായ പ്രവാചകന്മാർ കാണിച്ചിരുന്ന വഴിത്താരയിലൂടെ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ബന്ധപ്പെട്ട പലരും രോഗശയ്യയിലാണ്, ആസ്പത്രികളിലാണ്, വീടുകളിലാണ്. അല്ലാഹുവേ, നീ അവർക്ക് സമ്പൂർണ്ണമായ ശിഫ നൽകിക്കൊണ്ട് അവർക്ക് ആരോഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും നീ രക്ഷിക്കണമേ നാഥ. മാരകമായ രോഗങ്ങൾ കൊണ്ട്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുത് നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തിൽ നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.